ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൗണ്ടിങ് ഫിഗേഴ്സിൽ തന്നെ സ്ക്വയേഴ്സും റെക്റ്റാങ്കിളും എങ്ങനെ കൗണ്ട് ചെയ്യാം എന്നുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് സ്ക്വയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എങ്ങനെ കൗണ്ട് ചെയ്യാം എന്നുള്ള ടോപ്പിക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ സ്ക്വയർ കൗണ്ട് ചെയ്യുന്നത് രണ്ട് കേസസ് ആണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് സിമെട്രിക് ഫിഗേഴ്സ്. സിമെട്രിക് ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആ കേസിൽ നമ്മളെങ്ങനെ സ്ക്വയേഴ്സ്, നമ്പർ ഓഫ് സ്ക്വയേഴ്സ് നമ്മളെങ്ങനെ കൗണ്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു ഫിഗർ നോക്കിക്കുകയും ഈ ഒരു ഫിഗറിൽ നിങ്ങൾ സ്ക്വയർ കൗണ്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റൂൾ ഒന്നും പറഞ്ഞു തന്നില്ലെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം വളരെ സിമ്പിളാണ്. കാരണം ഇവിടെ മൊത്തം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4 സ്ക്വയറും പിന്നെ പുറത്തൊരു വലിയൊരു സ്ക്വയറും. അപ്പം 4+1 എത്രയാ, 5 ആയി. വളരെ എളുപ്പം എല്ലാവർക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫിഗറിന്റെ കോംപ്ലക്സിറ്റീസ് വലുതാവുന്നതനുസരിച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ എന്താണ് ബുദ്ധിമുട്ടാവും. അവിടെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന റൂള് നിങ്ങൾക്ക് സഹായിക്കുന്നത്. അതായത് റൂള് വളരെ സിമ്പിളാണ്. എത്രയാണോ റോ ഉള്ളത് അല്ലെങ്കിൽ എത്രയാണോ കോളം ഉള്ളതിനെ നമ്പർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഫിഗറിലാണെങ്കിൽ 2 റോ ആണ് ഉള്ളത് അല്ലെങ്കിൽ 2 കോളമാണ് ഉള്ളത്. ആൻഡ് അതിൻ്റെ സ്ക്വയേഴ്സിനെ ആഡ് ചെയ്യുക. അതായത് 1 സ്ക്വയർ + 2 സ്ക്വയർ എന്താണ് 5. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴും എന്ത് തന്നെയാണ് 5 സ്ക്വയർ എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ രണ്ടാമത്തെ ഫിഗറിൽ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 14. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഫിഗറിൽ എത്ര സ്ക്വയർ ഉണ്ട്, there are 14 സ്ക്വയേഴ്സ്. നെക്സ്റ്റ് വൺ ഇസ് 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ, കാരണം 4 റോ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ യുവർ ആൻസർ വിൽ ബി 30. ഓക്കെ, അപ്പോൾ ഈ കേസസിൽ എത്ര സ്ക്വയറാണ് ഉള്ളത്, 30 സ്ക്വയേഴ്സ് ആണ് ഈ പെർട്ടിക്കുലർ കേസിൽ ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞത് ഏത് കേസിലാണ്, സിമെട്രിക് ഫിഗേഴ്സ്, വെൻ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് ആർ ഈക്വൽ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻ കേസ് ഓഫ് എ നോൺ സിമെട്രിക് ഫിഗർ, ദറ്റ് ഈസ് ഹിയർ ദ നമ്പർ ഓഫ് റോസ് ഇസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് കോളം. അതായത് റോയുടെയും കോളത്തിൻ്റെയും എണ്ണം എന്തല്ല, സെയിം അല്ലാതെ വരുമ്പോൾ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേറൊരു ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ റോയും കോളവും നമ്പർ ചെയ്യുക. ഇവിടെ ചെയ്തേക്കുന്ന പോലെ ഈ ഒരു പെർട്ടിക്കുലർ ഫിഗറിൽ എത്ര കോളം ഉണ്ട്, 1, 2, 3, 4, 5 കോളം ആൻഡ് 1, 2, 3, 4 റോസ്. 5 കോളവും 4 റോയുമാണ് ഈ ഒരു പെർട്ടിക്കുലർ ഫിഗറിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റോസിൻ്റെ കോളത്തിൻ്റെ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് അതിനങ്ങ് ആഡ് ചെയ്യുക. അതായത് ഇവിടെ ഫസ്റ്റ് വൺ 4 × 5, ഇവിടെ 4 × 5 പ്ലസ് അടുത്ത നമ്മൾ പറയുമ്പോൾ 3 × 4, 3 × 4 പ്ലസ് നെക്സ്റ്റ് വൺ ഇസ് 2 × 3, ഇവിടെ ഉണ്ടല്ലോ 2 × 3 ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് 1 × 2. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും. ഇനി താഴേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 4 × 5 20, 4 × 3 12, 3 × 2 6, 1 × 2 2. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ യുവർ ആൻസർ വിൽ ബി 40. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഫിഗറിൽ there are 40 സ്ക്വയേഴ്സ്, 40 സ്ക്വയർ ആണ് ആദ്യം കാണിച്ചേക്കണം ഈ ഒരു ഫിഗറിൽ നമുക്ക് ഉള്ളത്. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, ഇവിടെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. there are 4 കോളംസ് ആൻഡ് നമ്പർ ഓഫ് റോസ് എന്ന് പറയുമ്പോൾ there are 6 റോസ്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും, ആദ്യം 6 × 4 then 5 ഇടും. അപ്പോൾ ഫസ്റ്റ് വൺ 6 × 4, നെക്സ്റ്റ് വൺ 5 × 3, അത് കഴിഞ്ഞിട്ട് എന്താണ് 4 × 2, അത് കഴിഞ്ഞിട്ട് 3 × 1. ഓക്കെ, അപ്പോൾ ഫെർദർ നമുക്ക് താഴേക്ക് പോകാൻ പറ്റത്തില്ല, കാരണം 0 ആയി പോകും. അപ്പോൾ ഇത് ഇത്ര ആഡ് ചെയ്യുമ്പോൾ 6 4s are 24, 5 3s are 15, 4 2s are 8, 3 1s are 3. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം യുവർ ആൻസർ വിൽ ബി 50 ആയിരിക്കും ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന, നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഫസ്റ്റ് വണ്ണ് പറഞ്ഞതെന്ന് നമ്പർ ഓഫ് റോസ് കോളംസ് അല്ല, നമ്പർ ഓഫ് സ്ക്വയേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് എന്തിൻ്റെ കേസാണ്, സിമെട്രിക് ഫിഗേഴ്സിൻ്റെ കേസും. സെക്കൻഡ് പറഞ്ഞത് എന്താണ്, നോൺ സിമെട്രിക് ഫിഗേഴ്സിൻ്റെ കേസാണ് സെക്കൻഡ് പറഞ്ഞത്. ഇനി നൗ വി മൂവ് ഓൺ ടു റെക്ടാങ്കിൾ. നമ്പർ ഓഫ് റെക്ടാങ്കിൾസ് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ റെക്ടാങ്കിൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മുമ്പ് നമ്മളൊരു കാര്യം, നമ്മൾ പണ്ട് ജോമെട്രി ബേസിക്സ് പഠിച്ചപ്പം ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾ സ്ക്വയേഴ്സ് ആർ റെക്ടാങ്കിൾ ബട്ട് ഓൾ റെക്ടാങ്കിൾസ് ആർ നോട്ട് സ്ക്വയേഴ്സ്. അതായത് എല്ലാ സ്ക്വയറും എന്താണ്, റെക്ടാങ്കിൾ ആണ്, പക്ഷേ എല്ലാ റെക്ടാങ്കിളും എന്തല്ല, തിരിച്ച് സ്ക്വയർ ആകത്തില്ല.
അപ്പോൾ നമ്മളടുത്ത് റെക്റ്റാങ്കിളിൻ്റെ നമ്പർ ചോദിച്ചാൽ നമ്മൾ വെറും റെക്റ്റാങ്കിൾ മാത്രം കൗണ്ട് ചെയ്താൽ പോരാ. വി ഹാവ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഓൾസോ. സ്ക്വയേഴ്സിൻ്റെ എണ്ണവും നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്നാൽ നമ്മൾ കറക്റ്റ് ആൻസറിലേക്ക് നമ്മൾ എന്ത് എത്തത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ ഫെമിലിയർ ആണ്. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ വരച്ച ഒരു ഫിഗറാണ്. അപ്പോൾ ഈ ഫിഗറിനകത്ത് സ്ക്വയറിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. ഞാൻ കാരണം തൊട്ട് മുമ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര സ്ക്വയർ ഉണ്ട്, 5 സ്ക്വയർ ഉണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഇനി ഇതിനകത്ത് ഉള്ള റെക്ടാങ്കിൾസും കൂടെ എത്രയാണെന്ന് നോക്കണം. അപ്പോൾ റെക്ടാങ്കിൾസ് എത്രയാണെന്ന് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈ 1, 2 എഴുതിയേക്കണം ഈ 2 ബോക്സസും കൂടെ ചേർന്ന് എന്താവും, ഒരു റെക്ടാങ്കിളാവും. അതുപോലെ അടുത്തത് ഈ 2 ബോക്സസും കൂടെ ചേർന്ന് അടുത്തൊരു റെക്ടാങ്കിൾ ഉണ്ടാവും. നെക്സ്റ്റ് ഈ 2 ബോക്സസും കൂടെ ചേർന്ന് മൂന്നാമത് റെക്ടാങ്കിളായി. അടുത്തത് ഈ 2 ബോക്സസും കൂടെ ചേർന്ന് നാലാമത് റെക്ടാങ്കിൾ. അപ്പോൾ 5ൻ്റെ കൂടെ എന്താണ്, വി ഹാവ് ടു ആഡ് 4. അപ്പോൾ ആൻസർ എന്തായിരിക്കും, 9 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിവിടെ ടെക്നിക്ക് യൂസ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ട്രിക്ക് എന്താണ്, അല്ലെങ്കിൽ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ റോയും കോളവും നമ്പർ ചെയ്യുക. അതായത് ഈ കേസിൽ 1, 2 2 കോളംസും അതുപോലെ 2 റോയും ഉള്ളത്. ഈ 2 കോളമും അതുപോലെ തന്നെ ഈ 2 റോയുമാണ് ഉള്ളത്. അപ്പോൾ ഈ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ യു ഗെറ്റ് 3. ഇവിടെയും 1ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ 3. ആൻഡ് യു ഹാവ് ടു ടേക്ക് ദ പ്രോഡക്റ്റ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ആൻസർ വിൽ ബി 9. ഓക്കെ. അതേപോലെ തന്നെയാണ് ഈ കേസിലും. ഇപ്പോൾ ഈ കേസിൽ നമ്മൾ പറയുമ്പോൾ ഇവിടെ 1, 2, 3, 4, 5 5 കോളം ആൻഡ് 1, 2, 3, 4 4 റോ. അപ്പോൾ ഈ 5 കോളം ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് 15. 1, 2, 3, 4, 5 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് 15. ഇവിടെ 1, 2, 3, 4 ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് 10. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, 150. 15 × 10 is 150. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ഫിഗറിനകത്ത്, സെക്കൻഡ് ഫിഗറിനകത്ത് ദ നമ്പർ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്, ദർ ആർ 150 റെക്ടാങ്കിൾസ്. അതായത് സ്ക്വയറും റെക്ടാങ്കിൾ എല്ലാം കൂടെ ആഡ് ചെയ്ത് 150 എണ്ണം ഉണ്ട്. അപ്പോൾ റെക്ടാങ്കിൾ ചോദിച്ചാൽ നമുക്ക് വെറും റെക്ടാങ്കിൾ മാത്രം ആഡ് ചെയ്താൽ പോരാ. യു ഹാവ് ടു കൺസിഡർ ദ സ്ക്വയർ ഓൾസോ. ബിക്കോസ് ഈ ഒരു ഫാക്ട് എക്സിസ്റ്റിംഗ് ആയതുകൊണ്ട്, ദാറ്റ് ഈസ് എല്ലാ സ്ക്വയറും എന്താണ്, റെക്ടാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് സ്ക്വയറിനെയും കൂടെ എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി ലാസ്റ്റ് 2 എക്സാമ്പിൾസും കൂടെ പറഞ്ഞിട്ട് നിർത്താം. അതായത് ഇപ്പോൾ ഈ ഒരു ഫിഗർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ റെക്ടാങ്കിളുടെ എണ്ണം ചോദിക്കുവാണ്. റെക്ടാങ്കിളുടെ എണ്ണം ചോദിച്ചാൽ ഇവിടെ ഈ ഒരു കേസസ് നമുക്ക് എളുപ്പം കൗണ്ട് ചെയ്യാൻ പറ്റും. അതിന് ട്രിക്കും ഉണ്ട്. അതാണ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കണം. അതായത് ഇവിടെ നിങ്ങൾ സിമ്പിളായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട. ഇവിടെ എഴുതിയേക്കണ നമ്പേഴ്സിനെ എഴുതുക, ബോക്സസിൽ നമ്പേഴ്സ് ഇടുക, ആൻഡ് ആ നമ്പേഴ്സിന് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. 1, 2, 3, 4 1 + 2 + 3 + 4 ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് 10. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഫിഗറിൽ എത്ര റെക്ടാങ്കിൾസ് ഉണ്ട്, ദർ ആർ 10 റെക്ടാങ്കിൾസ്. ഓക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ 1, 2, 3, 4 അതെല്ലാം കൂടെ ചേർത്ത് എത്രയാവും, 4 ആവും. ആൻഡ് 1 and 2, 2 and 3, 3 and 4 അതെല്ലാം കൂടെ ചേർന്ന് എത്ര റെക്ടാങ്കിളായി, എത്ര ബോക്സസ് ആയി, 3 ആയി. 1, 2 and 3 ആൻഡ് 2, 3 and 4 അതെല്ലാം കൂടെ ചേർന്ന് എത്രയാവും, 2 എണ്ണമാവും. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഈ ഔട്ടർ വൺ, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് 1 എണ്ണമാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ യു ഗെറ്റ് 4 + 3 7 7 + 2 9 9 + 1 10. അതായത് നമ്മളിവിടെ പറഞ്ഞ ആൻസർ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പം ഇങ്ങനെ ചെയ്യണം എന്ന് ഇല്ല. എന്ത് ചെയ്താൽ മതി, നമ്പേഴ്സ് ഇടുക, ആ നമ്പേഴ്സിന് എന്ത് ചെയ്താൽ മതി, ആഡ് അങ്ങ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ താഴെ അതിൻ്റെ തന്നെ കണക്ട് ചെയ്തിട്ടുള്ള 2 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കേസസിൽ, അതായത് ഈ രണ്ടാമത്തെ ഫിഗറിൽ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നമ്മൾ എങ്ങനെ ചെയ്യും, എന്താണ്, ഈ ഒരു റോ ഇതിനെല്ലാം ആഡ് ചെയ്യുമ്പോൾ 1 + 2 + 3 + 4 + 5 യു ഗെറ്റ് 15. അതുപോലെ ഇവിടെ 1 + 2 + 3 + 4 + 5 യു ഗെറ്റ് 15. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് റെക്ടാങ്കിൾസ് 29 ആണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 15ഉം ഈ 15ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ഒരു പെർട്ടിക്കുലർ ബോക്സ് ഇവിടെ വരുന്ന 5 എന്ന് നമ്പർ എഴുതിയേക്കുന്ന ബോക്സ് കോമൺ ആണ്, 2 കേസസിലും വരും. അപ്പോൾ നമുക്ക് 1 അവിടെ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അതായത് ഈ ബോക്സിനെയാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, സബ്ട്രാക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ 15 + 15 is 30, 30 - 1 is 29. അപ്പോൾ ദ ആൻസർ വിൽ ബി 29. ഓക്കെ. അതേപോലെ തന്നെയാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കണം. ഈ എക്സാമ്പിളിൽ വന്നേക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ 1 + 2 + 3 6, ഇവിടെ 1 + 2 + 3 6, ഇവിടെ 1 + 2 + 3 6. ഓക്കെ. അപ്പോൾ 6 + 6 + 6 18 ആണ്. ബട്ട് നമ്മൾ 2 സബ്ട്രാക്ട് ചെയ്തു. എന്തുകൊണ്ടാണ് 2 സബ്ട്രാക്ട് ചെയ്താൽ, ഇവിടെ 2 ആൾക്കാർ കോമൺ ഉണ്ട്. അതായത് ഇവിടെ 3 എന്ന് പറയുന്നതും ഈ 1 എന്ന് പറയുന്നതും കോമൺ ആണ്. അതാണ് ഈ 2ൽ നമ്മൾ കൊണ്ട് എന്ത് ചെയ്തേക്കുന്നത്, സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ 18 - 2 ആൻസർ 16.
ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ കേസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹോപ്പ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.